ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിന്നൊരു ബനാന ബ്രെഡ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് ബട്ടർ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. തീ നന്നായി കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബട്ടർ നന്നായി മെൽറ്റാക്കി എടുക്കുക. ഞാൻ ഇവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഒരു ബട്ടർ സ്റ്റിക്ക് ഏകദേശം അരക്കപ്പ് ബട്ടർ ആണ് ഉള്ളത്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. എന്നാലും ബ്രെഡിന് നല്ല സോഫ്റ്റ് കിട്ടുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ്. ബട്ടർ നന്നായി മെൽറ്റ് ആയതിനു ശേഷം ചെറു ചൂടോടുകൂടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായി പഴുത്ത തൊലി കറുത്ത പഴം ഉണ്ടല്ലോ, ആ പഴമാണ് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. തൊലി കറുത്ത പഴം ഉണ്ടെങ്കിൽ അതൊന്നും ഇനി കളയരുത് കേട്ടോ. അതുകൊണ്ട് ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കി നോക്കിക്കേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒന്നാണിത്. ഞാനിവിടെ ഒരു 4 പഴം ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് പഴങ്ങൾ നന്നായി ഉടച്ചെടുക്കുക. പഴം നന്നായി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചെറു ചൂടോട് കൂടിയ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അതേ, വീഡിയോ എടുത്തപ്പോൾ ബട്ടർ ഒഴിക്കുന്ന ഭാഗം മിസ്സായിട്ടോ. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഉള്ള 2 മുട്ടകൾ പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ആ കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ബനാന ബ്രെഡ്. വൈകിട്ട് ചായയുടെ കൂടെയാണ് അവ മിക്കപ്പോഴും കഴിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ഈ കൂട്ടിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ കൂട്ടിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു. ഇവയെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കൂട്ട് മാറ്റി വയ്ക്കുന്നു. മറ്റൊരു പാത്രത്തിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് 1.5 കപ്പ് ഓൾ പർപ്പസ് പൊടി ഇട്ട് കൊടുക്കുക. ആ പൊടിയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം പൊടി നന്നായി അരിച്ചെടുക്കുക. ഈ പൊടിയിൽ കട്ടകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ സമയം കൊണ്ട് ബേക്കിംഗ് പൗഡർ പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ആക്കാനും ഇതുവഴിയായി സാധിക്കുന്നു. അതിനുശേഷം ഈ പൊടി ആ കൂട്ടിലേക്ക് ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ സിന്നമൺ പൗഡറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടി ഈ കൂട്ടിൽ നന്നായി അലിഞ്ഞു ചേരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ഉണ്ടാക്കുന്ന പാനിലേക്ക് ഓയിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് അതെല്ലാ സ്ഥലത്തും നന്നായിട്ട് തേക്കുക. അതിനുശേഷം ഒരു പേപ്പർ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ബ്രെഡ് ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഓയിൽ ആ പേപ്പറിന് മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ഈ കൂട്ട് ബ്രെഡ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് റിലീസ് ചെയ്യുന്നതിനായി പാൻ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അവൻ പ്രീഹീറ്റ് ആക്കാനായി ഓൺ ചെയ്യുക. ഞാനിവിടെ 200 ഡിഗ്രി ആണ് അവൻ പ്രീഹീറ്റ് ആക്കാൻ വച്ചിരിക്കുന്നത്. പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി ഏകദേശം 35 to 40 മിനിറ്റ്സ് എടുത്താണ് ഈ ബ്രെഡ് ബേക്ക് ചെയ്തെടുത്തത്. ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ മുറിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ടും അതുമാത്രമല്ല വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ബ്രെഡ്. ബ്രെഡിൻ്റെ ചൂടൊക്കെ പോയി ഇനിയിപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു അടിപൊളി ബനാന ബ്രെഡാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.